കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ വീടിന് മുന്നിലുള്ള മുരിങ്ങയില ആരും പറിക്കാറില്ല. കർക്കിടക മാസത്തിൽ അതിലെന്തൊക്കെയോ വിഷം ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ചിലർ പറയുന്നത് ഇത് കഴിച്ചാൽ തട്ടിപ്പോകുന്നവരെയാണ്. ശരിക്കും അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? കർക്കിടക മാസത്തിൽ ഈ മുരിങ്ങയില കഴിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതേപോലെ നമുക്ക് മുരിങ്ങയിലയുടെ കുറച്ച് ബെനിഫിറ്റ്സും ചർച്ച ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ബെഞ്ചാറ ഈറ്റ് ക്ലബ്. ഐ ആം എബി. മറ്റ് കറികളെ അപേക്ഷിച്ച് ഈ മുരിങ്ങയില ദഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഈ ദഹിക്കാൻ പ്രയാസമുള്ള കറികൾ ചെറിയ അളവിലാണെങ്കിലും നമ്മുടെ വയറ്റിൽ ഒരു ടോക്സിസിറ്റി ഉണ്ടാക്കും. അതേപോലെ തന്നെ ഈ മുരിങ്ങയില നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനായിട്ട് നല്ലതാണ്. പക്ഷേ ഈ മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് കൊഴുപ്പ് ആവശ്യമാണ്. കൂടാതെ ഈ മഴക്കാലത്ത് ഈ മുരിങ്ങയിലയുടെ അടിയിൽ പുഴുക്കളും പ്രാണികളും അതിൻ്റെ മുട്ടകളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ മുരിങ്ങക്കോലിനോട് ഇല്ലാത്തൊരു വേർതിരിവ് ഈ മഴക്കാലത്ത് നമുക്ക് ഈ മുരിങ്ങയിലയോടുള്ളത്. നമുക്കിനി മുരിങ്ങയിലയുടെ കുറച്ച് ബെനിഫിറ്റ്സ് നോക്കാം. നമ്പർ 1, ന്യൂട്രീഷണൽ വാല്യൂ. മുരിങ്ങയിലയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡന്റ് ആണ്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും അതുപോലെ തന്നെ മുഖത്തിന്റെ കാന്തി വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കുന്നു. ഒരു കപ്പ് മുരിങ്ങയിലയിൽ, അതായത് 21 ഗ്രാമിൽ 12% വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻ എ അത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മെച്ചപ്പെടുത്താനായിട്ടും ഒക്കെ സഹായിക്കുന്നു. നെക്സ്റ്റ് കാൽസ്യം, അത് നമ്മുടെ എല്ലുകൾക്കും പല്ലിനും ബലം നൽകുന്നു. അടുത്തത് പൊട്ടാസ്യം, അത് നമ്മുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ അയൺ, അത് റെഡ് ബ്ലഡ് സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അനീമിയ വരാതെ തടയുന്നു. അതായത് മുരിങ്ങയില ഓറഞ്ചിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി തരുന്നു, ക്യാരറ്റിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ എ തരുന്നു, പാലിനേക്കാൾ കൂടുതൽ കാൽസ്യം തരുന്നു, പഴത്തിനേക്കാൾ കൂടുതൽ പൊട്ടാസ്യം തരുന്നു, സ്പിനാച്ചിനേക്കാൾ കൂടുതൽ അയൺ തരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുരിങ്ങയില നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ഗുണവും അത് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സ് തരുന്നുണ്ടെന്ന്. അടുത്തത് നമ്പർ 2, ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും അനുബന്ധ നാശനഷ്ടങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു. മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുള്ള ഫ്ലെവനോയിഡുകൾ, ഫിനോളിക് ആസിഡുകൾ എന്നിവയുൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസുകളെ നിർവീര്യമാക്കുന്നു. ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു. അതേപോലെ കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും വാർദ്ധക്യത്തിനെതിരായ ഗുണങ്ങൾ നൽകുന്നതിനും മുരിങ്ങയുടെ ഇല സഹായിക്കുന്നു. ഒരു എക്സ്പെരിമെന്റ് നടക്കുകയുണ്ടായി. 2 ഗ്രൂപ്പുകളായിട്ട് കുറച്ച് സ്ത്രീകളെ തിരിച്ചു. അതിലെ ഒരു ഗ്രൂപ്പിന് 3 മാസത്തേക്ക് 7 ഗ്രാം വീതം മുരിങ്ങയില കൊടുത്തു. മറ്റേ ടീമിന് കൊടുക്കാതിരിക്കുകയും ചെയ്തു. അതിലുണ്ടായ വ്യത്യാസം ഇങ്ങനെയാണ്. അതായത് 3 മാസത്തേക്ക് 7 ഗ്രാം വീതം മുരിങ്ങയില കഴിച്ച ആ ഗ്രൂപ്പിൽ രക്തത്തിലെ കൃത്യമായ ആന്റി ഓക്സിഡന്റ് ലെവൽ ഉണ്ടായിരുന്നു. മറ്റേ ഗ്രൂപ്പിന്റെ രക്തം പരിശോധിച്ചപ്പോൾ അതിലത് കാണാൻ സാധിച്ചതുമില്ല. ഇനി നമ്പർ 3, മാനേജിങ് ബ്ലഡ് ഷുഗർ. ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെ സവിശേഷമായ സംയോജനം കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ മുരിങ്ങയിലകൾ ഗുണം ചെയ്യുന്നു. അവയിൽ ക്ലോറോജനിക് ആസിഡ്, ഐസോതിയോസൈനേറ്റുകൾ തുടങ്ങിയ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും മികച്ച ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മുരിങ്ങയിലയിൽ ഉയർന്ന ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രമേഹ സങ്കീർണതകളുമായി ബന്ധപ്പെട്ട ഒരു ഘടകമായ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മുരിങ്ങയില സഹായിക്കുന്നു. നമ്പർ 4, ഹാർട്ട് ഹെൽത്ത് ആൻഡ് കൊളസ്ട്രോൾ. ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോൾ നിയന്ത്രണത്തിനും മുരിങ്ങ, പ്രത്യേകിച്ച് അതിൻ്റെ ഇലകൾ, ഗുണം ചെയ്യുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും വീക്കം കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനായിട്ടും മുരിങ്ങയിലകൾക്ക് സാധിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ലിപിഡ് മെറ്റബോളിസം, കൊളസ്ട്രോൾ ഉൽപ്പാദനത്തിലും ആഗിരണത്തിലും ഉൾപ്പെടുന്ന എൻസൈമുകളെ സ്വാധീനിച്ചുകൊണ്ട് മുരിങ്ങ ലിപിഡ് മെറ്റബോളിസത്തെ ബാധിച്ചേക്കാം. സാപ്പോണിനുകൾ. മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന സാപ്പോണിനുകൾ കുടലുമായി ബന്ധിപ്പിക്കുകയും കുടലിൽ അതിൻ്റെ ആഗിരണം തടയുകയും വിസർജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമ്പർ 5, ഫൈറ്റിംഗ് ഇൻഫ്ലമേഷൻ. ഐസോതിയോസൈനേറ്റുകൾ, പോളിഫെനോളുകൾ തുടങ്ങിയ വിവിധ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ കൊണ്ട് മുരിങ്ങയിലേക്ക് വീക്കം തടയാനുള്ള ശക്തമായ കഴിവുണ്ട്. രോഗപ്രതിരോധ പ്രതികരണത്തെ മോഡുലേറ്റ് ചെയ്യുകയും പ്രോ ഇൻഫ്ലമേറ്ററി മധ്യസ്ഥയുടെ ഉൽപ്പാദനം തടയുകയും ചെയ്യുന്നതിലൂടെ വീക്കം കുറയ്ക്കാനായിട്ട് മുരിങ്ങയില നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. വിട്ടുമാറാത്ത വിവിധ തരത്തിലുള്ള വീക്കം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മുരിങ്ങയിലയുടെ ഈ ഗുണങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തവയാണ്. നമ്പർ 6, ഡൈജസ്റ്റീവ് ഹെൽത്ത്. മുരിങ്ങയിലയിൽ ഉയർന്ന അളവിൽ നാരുകളുണ്ട്. വീക്കം തടയാനുള്ള മുരിങ്ങയിലയുടെ കഴിവ്, കുടൽ മൈക്രോബയോമിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം ദഹനാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. മലബന്ധം, ഗ്യാസ്ട്രൈറ്റിസ്, വയറുവേദന തുടങ്ങിയ ദഹന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് മുരിങ്ങയിലയ്ക്ക് സാധിക്കും. അതേസമയം പോഷകങ്ങളുടെ ആഗിരണവും മൊത്തത്തിലുള്ള കുടൽ ക്ഷേമവും വർദ്ധിപ്പിക്കുന്നു. നമ്പർ 7, ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി. മുരിങ്ങയിലകളിൽ കാണപ്പെടുന്ന DLOs സാധാരണ കോശങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്താതെ തന്നെ പ്രത്യേക തയോറോഡോക്സിൻ ഇൻട്രാക്റ്റിംഗ് പ്രോട്ടീൻ്റെ ഇൻഡക്ഷൻ വഴി ജീവൻ ഘട്ടത്തിലുള്ള ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ ഇവ തടയുന്നു. അപ്പോൾ കർക്കിടക മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മേക്ക് മുരിങ്ങ ആസ് എ പാർട്ട് ഓഫ് യുവർ ഡയറ്റ്. ലിവ് യങ് ആൻഡ് ഹെൽത്തി. സൈനിങ് ഔട്ട്.